യെസ്, അച്ഛാ ഞാനാ. ഇതാണ് ജോമോനാ. വാടാ. എന്തൊക്കെയുണ്ട് അച്ഛാ? എന്ത് ജോമോനെ വിശേഷം? വന്നിരിക്കേ. എന്ത് വിശേഷം അച്ഛാ? ഇങ്ങനെയൊക്കെ പോണു. പിന്നെ അച്ഛാ, ഞാൻ വന്നതേ അച്ഛനോട് കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ പ്രസംഗല്ലേ, സംഭവം അടിപൊളിയായിട്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അച്ഛൻ അതിൽ രാഷ്ട്രീയം പറഞ്ഞു. അച്ഛൻ എന്തിനാ അച്ഛൻ രാഷ്ട്രീയം എന്ന് പറയണേ? അത് ആൾക്കാരിലൊക്കെ നിന്നിട്ട് അതിന് രാഷ്ട്രീയക്കാരില്ലേ? അച്ഛന്റെ പണി നോക്കിയ പോരെ. അതെന്താടാ ജോമോനെ അങ്ങനെ ഒരു സംസാരം? ഞാൻ പറഞ്ഞത് എന്താ തെറ്റാണോ? നീ പറഞ്ഞത് കറക്റ്റാ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നിന്റെ മനസ്സിൽ ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് തോന്നിയത്, നിന്റെ മനസ്സിൽ കടന്നു പോയത് പാർട്ടിയാണ്. പാർട്ടിയോ എന്നൊരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതായത് ഏതെങ്കിലും പാർട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു. ഞാൻ ഒരു രാഷ്ട്ര പൗരൻ എന്ന നിലയ്ക്ക് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ല ജോനെ. ഞാൻ ഈ രാഷ്ട്രത്തിലെ മെമ്പർ ആയതുകൊണ്ടല്ലേ എനിക്ക് ആധാർ കാർഡ്, ആധാരം, റേഷൻ കാർഡ്, വോട്ട് ID ഒക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. എനിക്കുള്ള ID കാർഡുകളെ പോലെ നിങ്ങൾക്കും ഉണ്ട്. അപ്പം നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ളതാണ് സമൂഹം. അപ്പോൾ നമുക്കറിയാലോ, നമുക്കൊരു പച്ചക്കറിയുടെ വില കൂടിയാൽ, പലചരക്കിൻ്റെ വില കൂടിയാൽ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുടെ വില കയറ്റങ്ങളും വില ഇറക്കങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മൾ ഭരിക്കുന്ന, നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു പോയ അംഗങ്ങൾ ചേർന്ന ഗവൺമെൻറ്റാണ് നമുക്കിതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ നല്ല വ്യക്തിത്വമുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു പാർട്ടി ആയതുകൊണ്ട് നമ്മൾ മെമ്പറായിരിക്കുന്ന, നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാർട്ടിക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെന്ന് കരുതി നമുക്ക് ആരും വില കുറച്ച് പെട്രോൾ തരുന്നില്ല, നമ്മുടെ ആവശ്യങ്ങളുടെ സാധനങ്ങൾ തരുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറഞ്ഞത് ശരി തന്നെ അച്ഛൻ. അതന്നെയല്ലേ ജോമോനെ യേശുവും പറഞ്ഞത്. യേശു ചെയ്തതും അത് തന്നെയല്ലേ. രാഷ്ട്രീയ, സാമൂഹ്യ, മതപരമായ അരാജകത്വത്തിന്റെ കാലഘട്ടത്തിലാണ് യേശു വന്ന് ഒരു രാഷ്ട്രീയ നീതിയും സാമൂഹ്യ നീതിയും മതനീതിയും ഒക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ട്, വളരെ റാഡിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് യേശു ചെയ്തത്. അതാണ് സ്നേഹത്തിന്റെ വഴി, അതാണ് നന്മയുടെ വഴി, അതാണ് ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ജോമോൻ ഉദ്ദേശിച്ചും അത് തന്നെ, ഞാൻ പറഞ്ഞതും അത് തന്നെ. നമുക്ക് പ്രശ്നമില്ല. ജോമോൻ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ പോകും. നന്മ, അതാണ് നമ്മുടെ ലക്ഷ്യം.